ഇപ്പോൾ KSEBയിൽ നിന്നും ശുഭസൂചകമായ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? അധിക ദിവസം നീളില്ല ഈ ലോഡ് ഷെഡിംഗ്, അതിന് മറ്റു പേരാണെങ്കിലും എന്തായാലും കറണ്ട് ഇല്ലാത്ത സാഹചര്യം അധിക ദിവസം നീളില്ല എന്നാണോ ഇപ്പോൾ KSEB പറയുന്നത്? ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് 200 മെഗാവാട്ട് കിട്ടിയിരിക്കുന്നു, പവർ എക്സ്ചേഞ്ച് വഴി 180 മെഗാവാട്ട് കിട്ടിയിരിക്കുന്നു. അപ്പോൾ താൽക്കാലികമായി പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. മഴ ഇത്തിരി ശക്തമായി പെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് മാറിക്കിട്ടും അല്ലേ? അങ്ങനെ തന്നെയാണ് KSEB കണക്ക് കൂട്ടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ട രീതിയിലേക്ക് എത്തില്ല എന്നുള്ളതാണ്. ഇന്ന് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 6 മണി മുതൽ 12 മണി വരെ വൈദ്യുതി നിയന്ത്രണം, ഒപ്പം തന്നെ കേന്ദ്രവിഹിതം കിട്ടി തുടങ്ങി. അങ്ങനെ വൈദ്യുതി ലഭിച്ചു തുടങ്ങി എന്നുള്ളൊരു കാര്യം കൂടി ഒരു വശത്തുണ്ട്. പിന്നെ മറ്റൊന്ന്, ആളുകൾ തന്നെ, ഉപഭോക്താക്കൾ തന്നെ നിയന്ത്രണം വരുത്തേണ്ടതുണ്ട് എന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് നിർദ്ദേശങ്ങളായി തന്നെ KSEB പുറത്തേക്ക് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ കൂടി വരുമ്പോൾ ഏതായാലും പ്രതിസന്ധി കുറയുമെന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം തന്നെ മഴ പെയ്തത് വലിയ ആശ്വാസമുണ്ട്. ഇനിയും വരുന്ന മഴ മുന്നറിയിപ്പിൽ കൂടി പ്രതീക്ഷ വെച്ച് നിൽക്കുകയാണ് KSEB. ഇന്നലെ തന്നെ മഴ പെയ്തതോടുകൂടി ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളിലും ഈ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നില്ല എന്നുള്ളതാണ് KSEB കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ കോഴിക്കോട്, മലബാർ മേഖലകളിലെല്ലാം ചിലയിടങ്ങളിൽ ഇത്തരത്തിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നെങ്കിൽ പോലും സാധാരണ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതുപോലെ എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ 15 മിനിറ്റ്, അരമണിക്കൂർ, 40 മിനിറ്റ് എന്ന രീതിയിലൊന്നും കറണ്ട് പോകേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് KSEB പറയുന്നത്. ഇതേ രീതിയിൽ മഴ തുടരുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിൽ നിന്നും ഒഴിവാകാം എന്നുള്ളതാണ്. നാളെയൊക്കെ മഴ മുന്നറിയിപ്പുണ്ട്. ആ മുന്നറിയിപ്പിൽ തന്നെയാണ് KSEB പ്രതീക്ഷ വെക്കുന്നത്. ഒപ്പം തന്നെ ഉപഭോക്താക്കളോട് ഇനിയും മഴ പെയ്തു, നിയന്ത്രണം ഇനി ഒഴിവാക്കാം എന്നുള്ള തരത്തിലേക്ക് എത്തിയാൽ പോലും ഉപഭോക്താക്കൾ ഈ പീക്ക് ടൈമിൽ ചില ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അത് ഒഴിവാക്കണം എന്നുള്ളൊരു ആവശ്യം KSEB ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മഴ ഇതേ രീതിയിൽ ലഭിക്കുകയാണെങ്കിൽ വൈദ്യുതി നിയന്ത്രണം ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് KSEB വിലയിരുത്തുന്നത്. അങ്ങനെ ഒരു മഴ ലഭിച്ച് പ്രതിസന്ധി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ AC ഓൺ ചെയ്യുന്ന കുറയും. ഈ പറഞ്ഞ മറ്റ് നിയന്ത്രണങ്ങളൊക്കെ കുറച്ചൊക്കെ സ്വയം നിയന്ത്രണം നമ്മൾ നടപ്പാക്കേണ്ടതാണല്ലോ. അപ്പോൾ അതിലേക്കൊക്കെ ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എല്ലാ ദിവസവും ഈ നിയന്ത്രണം നീണ്ടുപോകുന്നത് ആർക്കും താല്പര്യമുള്ള കാര്യമല്ല. മഴ പെയ്യട്ടെ, നന്നായി മഴ പെയ്യട്ടെ, ആ നിയന്ത്രണം വേഗം അങ്ങ് തീരട്ടെ, അതാണ് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത്.